ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് തെറിവിളികൾ ടിപ്സ് ആൻഡ് നോളജ് എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അത് കാരണം എല്ലാവരും ഒരുപാട് കമൻറ്റ് ഇടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറയാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഫിഞ്ച് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ വഴി നിങ്ങളെ അറിയിച്ച ഫിഞ്ച് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട്. അത് വിഡ്രോ ചെയ്യാനുള്ളത് എങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു നോട്ട് പേൻ്റെ ഈ പ്രൈസ് പ്രെഡിക്ഷൻ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ എന്തായാലും അറിയണം. അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും നമ്മൾ ഫോർ എക്സാമ്പിൾസ് കുറച്ച് നടക്കുന്ന റൂമേഴ്സ് ആദ്യം സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റൂമേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആൾറെഡി ലിസ്റ്റ് ആവാൻ പോവാണ്. ഇന്ന ഡേറ്റിലാണ് വരാൻ പോകുന്നത്, 12-ാം തീയതിയാണ്, 9-ാം തീയതിയാണ്, 8-ാം തീയതിയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒഫീഷ്യലായിട്ട് നമുക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എപ്പോഴും നമ്മൾ എന്താണ് നോക്കേണ്ടത്, അവൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ട്വിറ്റർ പേജോ ടെലിഗ്രാം പേജോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡിസ്കോഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അനൗൺസ്മെൻറ്റ് തരുമ്പോൾ മാത്രമായിരിക്കും ഈ പ്രൊജക്റ്റ് എന്താവാൻ പോകുന്നത്, ലിസ്റ്റ് ആവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ എനിക്കിങ്ങനെ അവൻ്റെ ചാറ്റ് ബേസ് ഇൻഫർമേഷൻ കിട്ടിയത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനുവരി 14-ാം തീയതിയാണ് നോട്ട് പേ നമ്മൾ എല്ലാവർക്കും ലൈവ് ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെന്തായാലും ഒഫീഷ്യലായിട്ട് അവൻ്റെ ട്വിറ്റർ പേജിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ജനുവരി 14-ാം തീയതി തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ നോട്ട് പേ ഇല്ലെങ്കിൽ ആ ഒരു സൈറ്റിലുള്ള നോട്ട് പേ ടോക്കൺസ് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഫാൻറ്റം വാലറ്റിൽ നിങ്ങൾ ഏത് വാലറ്റാണോ അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിൽ ചെറിയൊരു സോൾ എമൗണ്ട് വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുമ്പ് തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞ് നിങ്ങളവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളമാണ് വെക്കേണ്ടതെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, $1 to $2 ഉള്ളിലൊക്കെ നിങ്ങൾ മാക്സിമം വെച്ചാൽ മതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അങ്ങനെയുള്ളൊരു സോള് നിങ്ങളുടെ ഇവിടെ നിന്ന് വാങ്ങി വെക്കുക. എവിടെ നിന്നാണ് ഈ സോള് വാങ്ങുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോൾ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ UPI ഉപയോഗിച്ചിട്ട് തന്നെ 100 രൂപയ്ക്ക് സോളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സോൾ ഫെയറിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി എവിടെ നിന്നാണ് ഞാൻ വാങ്ങുക എന്നുള്ളൊരു ഡൗട്ടും കൂടി നിങ്ങൾക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ ജാനുവരി 14-ാം തീയതി പറ്റും. അപ്പോൾ റീസെൻ്റ്ലി അവർ എന്താണ് പുറത്ത് വിട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ടോക്കണോമിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ടോക്കണോമിക്സ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് എത്രത്തോളം ഒരു പ്രൈസ് കിട്ടും എന്നുള്ളൊരു ഊഹാപോഹമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസ് ഞാൻ എത്രത്തോളം എനിക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്നുള്ളൊരു എൻ്റെ പ്രഡിക്ഷനാണ് പറയുന്നത്. പ്രഡിക്ഷൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലായിരിക്കില്ല വരിക, എന്താണെന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 5K സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർ പറയുന്ന ഒരു പ്രൈസ് പ്രഡിക്ഷനാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് തന്നെ വീഡിയോ കാണുക. അതല്ലാണ്ട് ഇതിൽ ലിസ്റ്റ് ആവാതിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഹേറ്റ് ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എവറി നോട്ട് എവറി ടോക്കൺ ഹോൾഡേഴ്സ് മാറ്റേഴ്സ് ടുഗദർ വി ആർ റീഡിഫൈനിങ് ഹൗ AI ലേൺസ് ഇൻവോൾവ് ആൻഡ് റിവാർഡ് ദാറ്റ് പീപ്പിൾ ബിഹൈൻഡ് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് AI. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഒരു നോട്ടിൽ നെറ്റൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഒരു AI പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു നോട്ട് പേ നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം ഇതിനൊന്നും വലിയ ഹൈപ്പ് ഇല്ലായിരുന്നു, പക്ഷെ കുറേ ആയപ്പോൾ എന്താണ് ഇതിന് നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് വന്നു. ഒരുപാട് യൂസേഴ്സ് കൂടി ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ എന്നെപ്പോലെ എല്ലാത്തിനും വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിരിക്കും ഇതിന് നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് കൊടുത്തത്. കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ പേഴ്സണൽ ഇല്ലെങ്കിൽ പ്രൈവറ്റ് മെസ്സേജ് ഒരു ഇതുകൊണ്ട് മാർക്ക് യുവർ കലണ്ടർ 14th January 13 UTC ദ നോട്ട് പേ റെവല്യൂഷൻ ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്കൊരു 6:30 ആയിരിക്കും ഇന്ത്യൻ ടൈം. അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. 13 UTC എന്ന യൂണിവേഴ്സൽ ടൈം ആ ഒരു ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 13 UTCയിൽ നമ്മുടെ നോട്ട് പേ നമുക്ക് എവിടെയൊക്കെ ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. ആൾറെഡി ഇപ്പോൾ അവർ ബിറ്റ്ഗെറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യൂകോയിനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മെക്സിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ബിനാൻസിൽ വരുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും, വരുമോ ഇല്ലയോ എന്ന്. മേ ബി എന്തായാലും വരട്ടെ, നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ ടോക്കണോമിക്സ് നോക്കാം. ടോക്കണോമിക്സ് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ
42% ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് അവരിവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 42% ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടില്ല. നമുക്കിവിടെ ആകെ കിട്ടാൻ പോകുന്ന ഈ പേഴ്സൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിവിടെ എന്താണ് 26%, സോറി ഇത്തിരി സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 42% കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് തരാൻ പറ്റുന്ന കുറേ ഇൻസെൻറ്റീവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, അവർ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും 42% 1 ബില്യൺ സപ്ലൈ എന്ന് 42% ആയിരിക്കില്ല നമുക്ക് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളൂ, ഫ്യൂച്ചർ കോൺട്രിബ്യൂട്ടർ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ അവരുടെ ടോക്കൺ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 26.50% അവിടെയും ടോക്കൺ അവർ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എയർ ഡ്രോപ്പ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 11.5% ടോക്കൺ മാത്രമാണ് എയർ ഡ്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ എന്ത് കിട്ടിയത്, ചെറിയ എമൗണ്ടിലുള്ള ടോക്കൺസ് കിട്ടിയത്. അപ്പോൾ എത്രത്തോളം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ടോക്കൻ്റെ വാല്യൂ നല്ല രീതിയിൽ തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കിപ്പോൾ തന്നെ ഇതിൻ്റെ ടോക്കണോമിക്സ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ വാലിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4% ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11.5 എന്നുള്ള പെർസെൻറ്റേജ് പ്ലസ് 4% ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ യൂസേഴ്സിന് നമുക്ക് അവർ തരാൻ പോകുന്ന ടോക്കൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്കോസിസ്റ്റം നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ ടീമിന്, ഇൻവെസ്റ്റേഴ്സിന് അവൻ്റെയിലൊക്കെ ബാക്കിയുള്ള പെർസെൻറ്റേജ് പോകും. അപ്പോൾ ടോട്ടലായിട്ടുള്ള ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. ആ 1 ബില്യണിലെ 11.5% പ്ലസ് 4%, അപ്പോൾ ടോട്ടൽ 15.5% ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അവർ തരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഈച്ച് ടോക്കൺ, അപ്പോൾ എത്രത്തോളം ഫണ്ടാണ് ഇതിൽ റേസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം ഫണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവൻ്റെ ട്വിറ്റർ പേജിലും അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഇല്ലെങ്കിൽ ഒരു 7 മില്യൺ ഫണ്ടാണ് നമ്മുടെ ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് അവരുടെ കമ്പനീസ് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്, 1 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ 1 ബില്യൺ ടോക്കൺ സപ്ലൈ ആണ് പറയുന്നത്. ഇതിലിങ്ങനെ കാൽക്കുലേഷൻ നോക്കണ്ട, ഇത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു തെറ്റ് വരുന്നതാണ്. അപ്പോൾ ഒരു ടോക്കൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഫ്രാക്ഷനാണ് ചെയ്യേണ്ടത്. ടോട്ടൽ സപ്ലൈ എത്രയുണ്ടോ അതേപോലെ തന്നെ ടോട്ടൽ ടോക്കൺ എത്രയാണോ ഉള്ളത് എന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു ടോക്കൻ്റെ വാല്യൂ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഏറ്റവും ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ടോട്ടൽ 1 ബില്യൺ സപ്ലൈ വെച്ച് നോക്കുമ്പോൾ 0.007 USDT നമുക്ക് എന്താവാൻ പോകുന്നത്, ഈ നോട്ട് പേ ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയാണോ ലിസ്റ്റ് ആവുക, അല്ല. എന്താ കാരണം പറഞ്ഞാൽ ടോക്ക് എക്കണോമിക്സിൽ അതിലെന്ത് വന്നിട്ടുണ്ട്, 15.5% ആണ് നമുക്ക് തരാൻ പോവുക എന്നുള്ളൊരു കാര്യം അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് മനസ്സിലാക്കാനുള്ളത് അവരുടെ ടോക്ക് എക്കണോമിക്സ് അവരുടെ എന്താണ് നമുക്കിവിടെ എടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഇതിൽ വെച്ച് കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം പ്രൈസ് വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ 42% ഞാൻ പറഞ്ഞു, അത് ലോക്ക് ചെയ്തിട്ട് അവർ പതുക്കെ ആയിട്ടായിരിക്കും നമുക്ക് തരാൻ പോവുക. അപ്പോൾ ടോട്ടൽ പോസിബിളി സർക്കുലേഷൻ എന്ന് പറയുന്നത് 50.5% ആണ്. അപ്പോൾ ഈ 50.5%-ൽ 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു കോയിന് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.042452 എന്നുള്ള ഒരു വാല്യൂയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ 0.0452 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവൻ്റെ ടോട്ടലായിട്ടുള്ള ഇനീഷ്യൽ പ്രൈസ് ഒരു ടോക്കൻ്റെ വരാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ, ഇത് മേജറായിട്ടുള്ള കുറേ ഇതിലൊക്കെ ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൺസ് ദ ടോക്കൺ ഈസ് ലിസ്റ്റഡ് ഓൺ ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, മെക്സി ആയിക്കോട്ടെ, ക്യൂ കോയിൻ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഒരു മാർക്കറ്റ് സപ്ലൈയും കോയിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് എടുത്തിട്ട് അതിലൊരു പ്രീ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ലാസ്റ്റ് ട്രേഡ് എന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് തന്നിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇതിൽ തന്നെയായിരിക്കും വാല്യൂ വരാൻ പോകാമെന്നുള്ളൊരു 99.99% എനിക്കൊരു പെർസെൻറ്റേജ് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ അടുത്ത് ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്യൂ കോയിനിൽ എത്രയാണ് നമ്മുടെ ഈ NC ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോക്കൻ്റെ പ്രീ മാർക്കറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രീ മാർക്കറ്റ് എത്രയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ടോക്കണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.3501 USDT-യിലാണ് നമ്മുടെ NC ടോക്കൺ ലാസ്റ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ ആണ് 0.3501
USDT എന്ന് പറഞ്ഞു നല്ല വാല്യൂ ആണ്. അപ്പോൾ എന്തായാലും നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടുമെന്ന് എല്ലാവർക്കും ഇപ്പം തന്നെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചിലുള്ള വാല്യൂസ് ഒക്കെ ഞാൻ കമ്പയർ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു മാക്സിമം സപ്ലൈ ഉണ്ടാവും. ഇന്നൊരു എക്സ്ചേഞ്ചിൽ ഇത്രത്തോളം ടോക്കൺസ് അവിടെ ട്രേഡ് ചെയ്യാൻ പോവാണ്, ടോട്ടൽ ഇത്രത്തോളം ട്രേഡ് ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ വാല്യൂവിൽ വാരി ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്ചേഞ്ച് വെച്ചിട്ടും പുതിയൊരു കാൽക്കുലേഷൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ ഒരു ടോക്കണ് എത്ര പ്രൈസ് ആണ് വരിക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ $0.10 to $0.50 വരെയാണ് നമ്മുടെ ഈ ഒരു നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് വാല്യൂ വരാൻ പോകുന്നത്. അപ്പം നല്ല വാല്യൂ ആണ്. 0.1 to 0.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 10 രൂപ ടു 50 രൂപയാണ് ഒരു ടോക്കൺ വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ 100 ടോക്കൺ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് വിത്തിൻ 6 to 12 മന്ത്സ് അല്ലെങ്കിൽ 3 to 6 മന്ത്സ് നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ഈ ഗ്രാസിനെ പോലെ നല്ലൊരു വാല്യൂ ഒരു വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ ഈ ഒരു ടോക്കണ് നല്ല വാല്യൂ ആവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്ന ഒക്കെ പൊട്ട തെറ്റാണെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് തെറ്റാണ് എന്നുള്ള കാര്യം വന്ന് മെൻഷൻ ചെയ്തിട്ട് എന്നെ തെറി വിളിക്കുക. അപ്പോൾ കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള വാല്യൂ 0.1 to 0.5 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് എത്രത്തോളം പ്രോഫിറ്റ് എനിക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കണ്ടേ. അതാണല്ലോ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0.1 to 0.5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ വെച്ചിട്ട് എനിക്ക് എത്ര ടോക്കൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ടോട്ടലായിട്ട് 448 ടോക്കൺസ് ആണ് എനിക്ക് ഈ നോട്ട് പേയിൽ ഉള്ളത്. അത് ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ മൊത്തം 448 ടോക്കൺസ് തന്നെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 448 ഇൻറ്റു ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള വാല്യൂ $0.1 to 0.5 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മിഡിൽ റേഞ്ച് എടുത്ത് നോക്കിയാലോ. 2.5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂ എന്തായാലും 0.25 ആണ്. ഈ ഒരു വാല്യൂവിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ 0.25 എന്നുള്ളൊരു വാല്യൂവിൽ എടുത്താൽ തന്നെ എൻ്റെ ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന് എനിക്ക് $112 ആയിരിക്കും കിട്ടാൻ പോവുക. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് റെഫറലുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് 400 പോയിൻറ്റ്സ് എബോ കിട്ടിയത്. നിങ്ങൾക്കൊക്കെ എത്രത്തോളം ടോക്കൺസ് ആണ് ഈ NC എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഡോളർ കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ്? $0.25 നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്തായാലും ലിസ്റ്റ് ആവാൻ പോകുന്നത്. എല്ലാ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ്. ക്യൂകോയിനിലൊക്കെ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രോഫിറ്റ് എന്തായാലും എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും വേഗം എന്ത് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു കൂടുതൽ ആൾക്കാർക്ക് 108 ടോക്കൺസ് ഒക്കെ ആണല്ലോ ഉള്ളത്. അപ്പോൾ 108 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും? $27 നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് വേറെ കുറേ പ്രൊജക്റ്റുകൾ ടെലിഗ്രാം പ്രൊജക്റ്റിനേക്കാളും നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ഇതിനൊരു വാല്യൂ കൂടും. ഒരു വാല്യൂ കൂടി 4 ആയാൽ നിങ്ങൾക്ക് $43 ആയി, 5 ആയാൽ നിങ്ങൾക്ക് $54 ആയി, 6 ആയാൽ നിങ്ങൾക്ക് $64 ആയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റാണ്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഫിഞ്ച് കോയിൻ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുള്ള കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഞാനത് ആൾറെഡി ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എന്നെക്കൊണ്ട് സമയം പറ്റിയില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഫിഞ്ച് കോയിൻ്റെ ഫസ്റ്റ് തന്നെ ഫിഞ്ച് കോയിൻ്റെ അവൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് നമുക്ക് പോവാം. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ അതിലാണ് അവർ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്താ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത് 11-ാം തീയതിയോടെ തന്നെ നമുക്ക് എൻഡായി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇത് വിഡ്രോ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് 12 ആണെങ്കിൽ 20-ാം തീയതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രീസെയിൽ എൻഡാവുന്നത് നമുക്കിത് വാങ്ങി വെച്ചിട്ട് അത് വാങ്ങി വെക്കാനുള്ള സമയം എൻഡാവുന്നത് 1-ാം തീയതി ഫെബ്രുവരി ആണ്. അതേപോലെ തന്നെ ഇത് എപ്പോഴാണ് വിഡ്രോ ചെയ്യുക ഓൺ ചെയിൻ അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ അത് 2 ഫെബ്രുവരി ആണ്. അന്ന് തന്നെ യൂണിസാപ്പ് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും നമുക്ക് എന്താണ് അവിടെ നിന്ന് വരും. യൂണിസാപ്പ് എന്ന് പറഞ്ഞതിലേക്കാണ് ലിസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്താക്കാം, നമുക്ക് സ്വാപ്പ് ചെയ്ത് ETH ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനും നമുക്ക് അവിടെ കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും ലൈവ് ട്രേഡ് ആയിട്ട് അവിടെ നമുക്ക് ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ ഫിഞ്ച് കോയിൻ ലിസ്റ്റ് ആവുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് പറയുന്നത്. പിന്നെ ക്രിപ്റ്റോൻ്റെ കാര്യമാണ്, എല്ലാം നമ്മൾ പറയുന്ന പോലെ നടക്കില്ല. അതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അതിൽ തളരാതെ പുതിയ പ്രൊജക്റ്റുകൾ വരും. നമ്മൾ കുറേ പ്രൊജക്റ്റുകളുടെ കൂടെ ഒരു പ്രൊജക്റ്റായിട്ട് മാത്രം കാണുക എന്നാണ് എനിക്ക്
എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടത്, എവിടെയാണ് ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ആദ്യം അവർ പറഞ്ഞത് ടോൺ ബ്ലോക്ക് ചെയിനിലായിരുന്നു എന്നാണ്, പിന്നെ അവർ പറഞ്ഞത് സോളിൽ എന്നാണ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ETH ആണ്, അത് ഒഫീഷ്യലായിട്ട് വിഡ്രോ ചെയ്യണം എന്ന കാര്യവും അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ETH തന്നെയാണ് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ള ആൾറെഡി ഉള്ള ഫിൻച്ച് ടോക്കൺസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ വിഡ്രോ ടു വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കീ നിങ്ങൾ മേടിക്കണം. ആൾറെഡി ഈ ഒരു ഫിൻച്ച് കോയിൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെ കയറിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് 7 റെഫറിൽ കയറിയപ്പോൾ ഒരു കീ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കയറിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു കുറച്ച് ഡോളർ ആ ഒരു വർത്തുള്ള ടോണ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കീ മേടിക്കണം. ഒരു കീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $1 ആണ്. $1 എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടോൺ ആയിട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക, ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അവർ അറിയില്ല. ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ടോൺ ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക, അവിടെ ഒരു ടോൺ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത് 0.2 ടോൺ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കീ അവിടെ എന്ത് ചെയ്യും, കിട്ടും. ആ കീ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിഡ്രോ ടു വാലറ്റ് കൊടുക്കുക. ഞാൻ ആൾറെഡി വിഡ്രോ ചെയ്തു, എൻ്റെ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ എമൗണ്ട് കൊടുക്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ എത്രത്തോളം ടോക്കൺസ് ആണ് ഉള്ളത് അത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വിഡ്രോ ഫിഞ്ച് എന്നുള്ളവിടെ ഇവിടെ ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ യുവർ ബേസ് ETH അഡ്രസ്സ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരിവിടെ റിമൈൻഡർ പോലെ പറഞ്ഞിട്ടുണ്ട്, ഓൺലി വിഡ്രോ ടു യുവർ പേഴ്സണൽ നോൺ കൺസ്റ്റഡിയൽ ബേസ് എത്തീരിയം വാലറ്റ് ലൈക്ക് ഫാൻഡം. അപ്പോൾ ഫാൻഡം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. ഫാൻഡം ആൾറെഡി കുറേ പ്രൊജക്റ്റിന് വേണ്ടി എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഫാൻഡം എടുക്കുന്നുണ്ട്. നമ്മൾ ആൾറെഡി ഈ സോളിലൊക്കെ വരുന്ന ഡോസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലേ, ആ ഒരു കണക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നേരെ ഫാൻഡം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അവിടെ റിസീവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് റിസീവിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ETHൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഇതൊന്നും സാധാരണ രീതിയിലുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ആവും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻഡം ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഫാൻഡം ഓപ്പൺ ആയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റിസീവിൽ ക്ലിക്ക് ചെയ്യുക. റിസീവിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തീരിയം വാലറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് വരിക. ഈ യുവർ ബേസ് ETH അഡ്രസ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ അഡ്രസ്സ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് ചെയ്തു മാത്രം മതി. എന്നിട്ട് ഇവിടെ വിഡ്രോ ഫിഞ്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ടോക്കൺസ് ഒക്കെ വിത്തിൻ 24 hours ആണ് കിട്ടുകയുള്ളൂ. അല്ലാതെ അപ്പം തന്നെ വന്നിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയരുത്. നമുക്കിവിടെ ഏറ്റവും താഴെ വന്നെന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ എൻ്റെ ഇവിടെ 4,51,404 ഫിഞ്ച് കോയിൻസ് ഞാൻ ജാനുവരി 12-ാം തീയതി ഇന്നൊരു പുലർച്ചയ്ക്കാണ് ചെയ്തത്. അന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. ഇത് എപ്പോൾ അവിടെ വന്ന് വിഡ്രോ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു അപ്പോഴായിരിക്കും നിങ്ങളുടെ ടോക്കൺസ് അവിടെ കാണാൻ പറ്റുകയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഡൗട്ട് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നേരെ ഫാൻറ്റംസിലേക്ക് പോവുക, എത്തീരിയം അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക, ഇവിടെ വിഡ്രോ സെഷനിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക, ഒരു കീ മേടിക്കുക. മേടിച്ചിട്ട് ഇത് എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഇതൊന്നും ഇപ്പോൾ മേടിച്ചിട്ട് ഇത് കിട്ടിയില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓരോ പ്രൊജക്റ്റുകളൊക്കെ അവൻ്റെ സെർവറാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളല്ലല്ലോ. അപ്പോൾ മേ ബി അങ്ങനെയുള്ള സെർവർ ഇഷ്യൂ ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൂട്ട്സിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. ആൾറെഡി പോലെ പഴയ കുറേ ലൂട്ട്സ് ഒന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, കുറച്ച് ലൂട്ട്സ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ആൾറെഡി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഇത് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ തന്നെ ചെയ്യുക. ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ 170 രൂപ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. 100 രൂപയും സിമ്പിളായിട്ട് കിട്ടും. ടോട്ടലായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ലൂട്ട്സ് ഉള്ളത് 171 രൂപ പ്ലസ് 100 പറഞ്ഞാൽ 271 271 100 എന്ന് പറഞ്ഞാൽ മൊത്തം 271 100 400 രൂപയായി. 500 രൂപയ്ക്കുള്ള ലൂട്ട്സ് എങ്കിലും നമ്മുടെ ചാനലിലുണ്ട്. ഇതിലെല്ലാവരും കയറിയിട്ട് നിങ്ങളുടെ UPI അവിടെ കൊടുക്കുക. UPI അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരെ ഇത് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ഈ ലൂട്ട് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻ്റെ അവിടെ പൈസ കയറിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഡെയിലി എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ഫേക്കൊന്നും അല്ല, എന്തായാലും പൈസ കയറും. നിങ്ങൾ ഒരു പൈസയും മുടക്കണ്ട, ഒരു കാര്യങ്ങളും മുടക്കണ്ട. ഏഞ്ചൽ വണ്ണും അപ്സ്റ്റോക്സും എയർടെൽ പേയ്മെൻറ്റ് ബാങ്കൊക്കെ എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് വെറുതെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയിട്ടൊക്കെ സീറോ ഫീസ് ആയിട്ടുള്ള ഓരോ ആപ്പുകളാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കാനില്ല. ഇനിയിപ്പോൾ ആനുവൽ ചാർജ് പിടിക്കുകയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഏഞ്ചൽ വണ്ണൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേടിഎം മണി ആയിക്കോട്ടെ, എല്ലാത്തിലും മാസമൊക്കെ ഇല്ലെങ്കിൽ വർഷമൊക്കെ പിടിക്കുന്നത് 5 രൂപയും 10 രൂപയാണ്. അത് നിങ്ങൾ ട്രേഡ് ചെയ്താൽ മാത്രം, ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതിലൊക്കെ കയറുക. എനിക്ക്
എത്രത്തോളം പേയ്മെൻറ്റ് ഇതിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഗിവ് അവേ നമുക്ക് ഈ ഒരാഴ്ച നടത്താം. ഞാൻ ആൾറെഡി നടത്തുന്നതാണ്, കുറച്ച് വീഡിയോ ഒക്കെ വൈകിയ കാരണമാണ് നടത്താതെ ഇരുന്നത്. അപ്പോൾ എന്തായാലും ഗിവ് അവേ ഒക്കെ നടത്താം. എൻ്റെ എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ 0.25 എന്നുള്ള ഒരു പ്രൈസിലായിരിക്കും ലിസ്റ്റ് ആവാൻ പോവുക. നല്ല രീതിയിൽ തന്നെ അത് ഇൻക്രീസ് ആവാനുള്ള ചാൻസുകളും പൊട്ടൻഷ്യലും ഉള്ള ഒരു പ്രൊജക്റ്റാണ് നോട്ട് പേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്, കീ എന്ന് വാങ്ങാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നുന്നത് പറഞ്ഞാൽ നിങ്ങൾ കീ വാങ്ങുക, വിഡ്രോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഫെബ്രുവരി 2-ാം തീയതി അത് കാശാക്കി മാറ്റാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവരും. അതേപോലെ തന്നെ ഈ ലൂട്ട്സിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവരും കയറിയ ആൾക്കാരാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിനെ പറ്റി അറിയാനും അവർക്ക് പൈസ കിട്ടാനും അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.